ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഫുൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചാപ്റ്ററിലെ റിവിഷൻ ടോപ്പിക്കാണ്, അതായത് ചാപ്റ്റർ ചെക്കപ്പ്. അതിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ്. അതിനകത്ത് തന്നെ 3 സബ് ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ആ 3 സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വീതം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. -5 × -5 × 5 ഈക്വൽ ടു -5 × -2 × 5 ഈക്വൽ ടു 4 × 5 × -6. ആൻസർ തനിയെ ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത സ്ക്രീനിൽ ആൻസർ കാണും. അത് നോക്കി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. -5 × -5 മൈനസ് ഇൻറ്റു ചെയ്താൽ പ്ലസ്. -5 × -5 എന്ന് പറയുന്നത് +25 ദെൻ ഇൻറ്റു 5 ഈക്വൽ ടു 125. -5 × -2 ഈക്വൽ ടു 10 ഇൻറ്റു 5. 10 × 5 50. 4 × 5 20 ഇൻറ്റു -6. 20 × -6 2 × 6 12 -120. Then second question, -9 divided by -9. -9 divided by -9 ചെയ്ത ആൻസർ എഴുതുക. Then 6 divided by -6. 99 divided by -99. 20 divided by -5. -27 divided by 3. 10 divided by -1. ഓക്കെ, ആൻസർ എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. -9 divided by -9 ഈക്വൽ ടു 1. 6 divided by -6 ഈക്വൽ ടു -1. മൈനസ് ഡിവൈഡഡ് ബൈ പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈനാണ്. മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈനാണ്. അതുപോലെ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഓക്കെ, ദെൻ 99 divided by -99 equal to -1. 20 divided by -5 equal to -4. -27 divided by 3 equal to -9. 10 divided by -1 equal to -10. ഈ ക്വസ്റ്റ്യൻ തന്നെ ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്ലസ് ആക്കി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. -9 + -9 രണ്ടും സെയിം സൈനാണ്. ആഡ് ചെയ്യുമ്പോൾ അതേ സൈൻ തന്നെ കൊടുക്കുക. 9 + 9 എന്നുള്ളത് 18. 9 + 9 18. അപ്പോൾ എന്തായി മാറിയത്? -18 ആയിട്ട് മാറും. 6 - 6 ഈക്വൽ ടു 0. 99 + -99 ഈക്വൽ ടു 0. 20 + -5 അപ്പോൾ 20 - 5 എന്നത് 15. -27 + 3 -24. 10 + -1 ഈക്വൽ ടു 9. തേർഡ് ക്വസ്റ്റ്യൻ, -56 divided by -8 ചെയ്തിട്ട് ആൻസർ പറയുക. ദെൻ 45 divided by -9. -56 divided by 7. 30 divided by 5. നമുക്കിനി ആൻസർ വെരിഫൈ ചെയ്യാം. -56 divided by -8 equal to 7. 45 divided by -9 equal to -5. -56 divided by 7 equal to -8. 30 divided by -5 -6. ഫോർത്ത് ക്വസ്റ്റ്യൻ, +8 × +3 ചെയ്ത് നോക്കുക. +7 × +8. -7 × +3. -12 × +4. -3 × -4 × -5 × -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -4 × -2 × 2 × -7. 8 × 3 24. രണ്ടും പ്ലസ് സൈനാണ്. സോ ആൻസർ +24. 7 × 8 56. പ്ലസ് സൈനാണ്. -7 × +3 -21. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. 12 × 4 48. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. സോ -48. -3 × -4 12.
minus into minus plus, so plus 12. Then minus 5 into minus 2 plus 10. 12 into 10, 120. Next question, minus 4 into minus 2, 8 plus 8. Then 2 into minus 7, minus 14. So 8 into minus 14, minus 112. Fifth question, divide the following. Plus 80 divided by plus 4. 80 divided by 4, 20. 63 divided by 9 plus 7. 42 divided by minus 7, minus 6. 93 divided by minus 3, minus 31. സോൾവ് ദ ഫോളോയിങ്. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്താണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. മൈനസ് 343 ഇൻറ്റു 22 പ്ലസ് മൈനസ് 343 ഇൻറ്റു 78. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈനസ് 8 ഇൻറ്റു 8 പ്ലസ് 12 ഇൻറ്റു മൈനസ് 8. തേർഡ് ക്വസ്റ്റ്യൻ 723 ഇൻറ്റു മൈനസ് 73 ഇൻറ്റു മൈനസ് 723. Next question, minus 35 into 30 minus 35 into 20. ആൻസർ വെരിഫൈ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ ആൻസർ വെരിഫൈ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മൈനസ് 343 ആണ് കോമൺ ആയിട്ടുള്ളത്. ആ കോമൺ ടേമിനെ പുറത്തെടുക്കുക. അപ്പോൾ മൈനസ് 343 കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ ഫസ്റ്റ് ടേമിൽ 22 ആണ് അവിടെ ബാലൻസ് ഉള്ളത്. സോ 22 പ്ലസ് then 78. 22 plus 78, 100. 343യുടെ കൂടെ 100ലെ 2 സീറോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മൈനസ് 343 ആ 2 സീറോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൻസറായി. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മൈനസ് 8 ആണ് കോമൺ ആയിട്ടുള്ളത്. സോ മൈനസ് 8 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഫസ്റ്റ് ടേമിൽ ബാലൻസ് 8 പ്ലസ് 12. 8 പ്ലസ് 12, 20. മൈനസ് 8 ഇൻറ്റു 20, മൈനസ് 160. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് മൈനസ് 73 കോമൺ ആയിട്ട് പുറത്തെടുക്കാനായി പറ്റും. മൈനസ് 73 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ 723 ഉണ്ട് മൈനസ്. അതേപോലെ നെക്സ്റ്റ് മൈനസ് 73 മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞു. ദെൻ 723. അപ്പോൾ 723 മൈനസ് 723, 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മൈനസ് 35 ആണ് അവിടെ കോമൺ ആയിട്ടുള്ളത്. മൈനസ് 35 കോമൺ ആയിട്ട് പുറത്തെടുക്കുക. ഫസ്റ്റ് ടേമിൽ ബാലൻസ് 30 മൈനസ് 20. 30 മൈനസ് 20, 10. മൈനസ് 350 എന്ന ആൻസർ ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബോർഡ് മാസ് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ബോർഡ് മാസിൽ നമുക്കറിയാം ബ്രാക്കറ്റ് ഓഫ്. അപ്പോൾ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ലാർജസ്റ്റ് ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സ്മോൾ ബ്രാക്കറ്റ് നോക്കുക. അവിടെ 5 - 3 എന്ന ഓപ്പറേഷൻ ആദ്യം പെർഫോം ചെയ്താൽ 5 - 3 2 എന്ന് കിട്ടും. അപ്പോൾ 3 - 2 ആയി മാറി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 - 2 എന്നുള്ളത് 1 എന്ന ആൻസർ കിട്ടി. 3 - 2 എത്രയാണ്? 1. അവിടെ ഇൻറ്റു എനി നമ്പർ ഇൻറ്റു 1 എന്ന് പറഞ്ഞ് ആ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. സോ അവിടെ 4 + 4 എത്ര? 4 + 4, 8. ദെൻ മൈനസ് 10 - 3 ഇൻറ്റു 8. 3 ഇൻറ്റു 8, 24. മൈനസ് 10 - 24 ഈക്വൽ ടു മൈനസ് 34. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ബാർ ഉണ്ട്. ആ ബാർ സൈൻ സിമ്പലുള്ള ഓപ്പറേഷൻ വേണം ആദ്യം പെർഫോം ചെയ്യാൻ. അപ്പോൾ 16 - 14 എന്നുള്ള ഓപ്പറേഷൻ ആദ്യം പെർഫോം ചെയ്യുക. 16 - 14 ചെയ്താൽ -7 എന്ന ആൻസർ അവിടെ കിട്ടും. 16 - 14 ചെയ്താൽ 2 എന്നുള്ള ആൻസർ കിട്ടും. ദെൻ അവിടെ എന്ത് ഇടുക? 2 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ -34 - 2 എന്നുള്ള ആൻസർ ആയിരിക്കും അവിടെ വരിക. അപ്പോൾ 5 + 3 ഇൻറ്റു -34 - 2 എന്ന് കിട്ടി. ബാക്കി അതേപോലെ തന്നെ എഴുതുക. ദെൻ -34 - 2 എന്നുള്ളത് -36 എന്നായി മാറി. 3 ഇൻറ്റു -36 എന്നുള്ളത് -108. ദെൻ 5 - 108 പ്ലസ് 3 ഇൻറ്റു 19. 3 ഇൻറ്റു 19 എത്രയാണ്? 57. സോ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്ത ശേഷം
അഡീഷനോ സബ്ട്രാക്ഷനോ നമുക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. ദെൻ 5 മൈനസ് 108 പ്ലസ് 57 ചെയ്താൽ -48 എന്ന ആൻസർ അവിടെ ലഭിക്കും. ദെൻ വേർഡ് പ്രോബ്ലംസ് ആണ്. സന്തോഷ് കണ്ടക്ടഡ് 2 എക്സ്പെരിമെൻറ്റ്സ് ഇൻ ദ കെമിക്കൽ ലബോറട്ടറി. ഒരു കെമിക്കൽ ലബോറട്ടറിയിൽ സന്തോഷ് 2 എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. ഹീ കെപ്റ്റ് ദ ടെമ്പറേച്ചർ അറ്റ് 22 ഡിഗ്രി സെൽഷ്യസ്. അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആദ്യം കിട്ടിയത്, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ കിട്ടിയത്. സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ -32 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ കിട്ടിയത്. ദെൻ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഇൻ ദീസ് 2 എക്സ്പീരിയൻസ്? 2 എക്സ്പെരിമെൻറ്റിൽ നിന്നും കിട്ടിയ ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ദീസ് 2 എക്സ്പെരിമെൻറ്റ്സ്? ദ ടെമ്പറേച്ചർ ഗോട്ട് അറ്റ് എക്സ്പെരിമെൻറ്റ് 1 22 ഡിഗ്രി. ഓക്കെ, എക്സ്പെരിമെൻറ്റ് 2-ൽ നിന്നും -32 ഡിഗ്രി സെൽഷ്യസ്. ഡിഫറൻസ് പറയുമ്പോൾ എങ്ങനെ വരിക? 22 മൈനസ് 32 ഡിഗ്രി. സൈഡ് ബൈ സൈഡ് 2 മൈനസ് സൈൻസ് അടുത്ത് വന്നാൽ പ്ലസ് സൈനായി മാറും. 22 പ്ലസ് 32 ഡിഗ്രി സെൽഷ്യസ് എത്രയായി മാറി? 54 ഡിഗ്രി സെൽഷ്യസ് എന്ന ആൻസർ അവിടെ ലഭിക്കും. 9th ക്വസ്റ്റ്യൻ. ഐ കെയിം ടു പ്ലേ എ ഗെയിം വിത്ത് 57 മാർബിൾസ്. 57 മാർബിൾ യൂസ് ചെയ്തിട്ട് ഒരു ഗെയിം ഞാൻ കളിക്കുകയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിമിൻ്റെ അവസാനം ഐ ഹാവ് 34 മാർബിൾസ് ലെഫ്റ്റ്. എൻ്റെ കയ്യിൽ 34 മാർബിളേ ബാക്കിയുള്ളൂ. വാട്ട് ഈസ് ദ ഗെയിൻ ഇൻ ദ നമ്പർ ഓഫ് മാർബിൾസ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ നമ്പർ ഓഫ് മാർബിൾസ് ഗെയിൻ ആണ് കണ്ടുപിടിക്കേണ്ട, നേട്ടമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കയ്യിൽ നമുക്ക് സ്റ്റെപ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് 57. നമ്പർ ഓഫ് മാർബിൾസ് അറ്റ് ദ എൻഡ് ഓഫ് ഗെയിം, അല്ല ഗെയിം കഴിഞ്ഞപ്പോൾ കയ്യിൽ എത്രയാണ്? 34 മാർബിൾസാണ് ഉള്ളത്. എത്ര മാർബിൾ അവിടെ ലോസായി? 57 മൈനസ് 34 ലോസായി. 23 മാർബിൾസ് എൻ്റെ എനിക്ക് ലോസായി. അപ്പോൾ ഗെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുക? -23 എന്ന് എടുക്കുക. നമ്പർ ഓഫ് മാർബിൾസ് ഗെയിൻ എന്ന് പറയുന്നത് -23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ വാസ് 40 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് മൈ ഹോം. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ 4 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് ഇപ്പോൾ മാറി നിൽക്കുകയാണ്. നൗ ഐ ആം 3 കിലോമീറ്റർ വെസ്റ്റ് ഓഫ് മൈ ഹോം. എന്നാൽ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? 3 കിലോമീറ്റർ വെസ്റ്റിലായി നിൽപ്പുണ്ട്. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡിഡ് ഐ ട്രാവൽ? അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്ത് എത്ര കിലോമീറ്റർ എന്നാണ്. നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഒക്കെ എവിടെയാണെന്ന് ഡയഗ്രമാറ്റിക്കലി നോക്കാം. ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്, സൗത്തിൻ്റെ ഓപ്പോസിറ്റ് നോർത്ത്, ആ രീതിയിൽ വരിക. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്താ പറഞ്ഞാൽ 4 കിലോമീറ്റർ ഈസ്റ്റാണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ 3 കിലോമീറ്റർ വെസ്റ്റിലോട്ട് നിൽക്കണം. അപ്പോൾ പുതിയ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോമീറ്റർ വെസ്റ്റാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 4 + 3 7 കിലോമീറ്റർ എന്ന് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡീപ് സീ ഡൈവർ is 4.5 meter below the water level. At what depth is he now? At what height is he now? The mean sea level, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ എന്താക്കി 0 ആക്കി കൺസിഡർ ചെയ്യുക. ദെൻ ഡെപ്ത് ഓഫ് ദ ഡീപ് സീ ഡൈവർ, സീ ലെവൽ മൈനസ് അയാൾ ഇപ്പോൾ നിൽക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഹിസ് ഡിസ്റ്റൻസ്. അതായത് ഈ ഡീപ്പ് ലെവൽ സീ ലെവലിൻ്റെ എന്തുവാണ്? നമ്മുടെ ഗ്രൗണ്ട് നോർമൽ ലെവൽ 0 ആയിട്ട് കൺസിഡർ ചെയ്തു. സോ 0 മൈനസ് 4.5. 0 മൈനസ് 2 മൈനസ് സൈൻ അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആയി മാറും. സോ 4.5 മീറ്റർ ആണ് ഡെപ്ത് ഓഫ് ദ സീ ഡൈവർ, ഇപ്പോൾ അയാളുടെ പൊസിഷൻ. ദെൻ ഹൈറ്റ് ഓഫ് ദ ഡീപ്പ് സീ ഡൈവർ ചോദിച്ചാൽ സീ ലെവൽ പ്ലസ് അയാളിപ്പോൾ നിൽക്കുന്ന ഡിസ്റ്റൻസ്. സോ 0 പ്ലസ് എന്ത് വരും? -4.5 മീറ്റർ. ആൻസർ എത്രയാണ്? -4.5 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ സീ ഡൈവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വി എൻറ്റേഡ് ദ ലിഫ്റ്റ് ഓൺ ദ 16th ഫ്ലോർ. 16ാമത്തെ ഫ്ലോറിലേക്ക് നമുക്ക് പോകണം. വി ഗോട്ട് ഔട്ട് ഓഫ് ലിഫ്റ്റ് ഓൺ ദ 4th ഫ്ലോർ. 4ാമത്തെ ഫ്ലോറിലെത്തിയപ്പോൾ എനിക്ക് ലിഫ്റ്റ് കിട്ടി. ഹൗ മെനി ഫ്ലോർസ് ഡിഡ് ഹി ട്രാവൽ ഡൗൺവേർഡ്? അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് എത്ര ഫ്ലോർ കൂടി ഡൗൺവേർഡിലേക്ക് ട്രാവൽ ചെയ്യാനുണ്ട്? 16th ഫ്ലോറാണ്. 4 ഫ്ലോർ കഴിഞ്ഞപ്പോൾ ആണ് ലിഫ്റ്റ് കിട്ടിയത്. സോ ലിഫ്റ്റ് വഴി എനിക്ക് പോകാനുള്ളത് 16 മൈനസ് 4, 12 ഫ്ലോർസ് നമുക്കിനി ട്രാവൽ ചെയ്യാനുണ്ട്. വിച്ച് ഓഫ് ദ ഇൻറ്റിജേഴ്സ് -10, 7, 3, -2 ഈസ് ക്ലോസ് ടു 0 ഓൺ ദ നമ്പർ ലൈൻ? നമ്പർ ലൈന് അടുത്ത് വരുന്ന 0യുടെ അടുത്ത് വരുന്ന പോയിൻ്റ് ഏതൊക്കെയാണ്, ഏത് ഇൻറ്റിജർ ആണെന്നാണ് ഇതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. 0യുടെ ലെഫ്റ്റ് സൈഡ് -2ഉം റൈറ്റ് ഓഫ് ദ 0 എന്ന് പറയുന്നത് 2 ആയിരിക്കും. 3 ആണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് ഉള്ളത്. ദെൻ കുറച്ച് ഇൻറ്റിജേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്.
അതിൽ നമുക്ക് വേണ്ടത് ഫൈൻഡ് പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് ഹൂ സം ഈസ്. ഇതിൽ ഏതോ 2 ഇൻറ്റിജർ ആഡ് ചെയ്താൽ സം എന്ത് കിട്ടണം? -2 കിട്ടണം. അതുപോലെ 2 കിട്ടുന്ന നമ്പേഴ്സ് ഏതാണ്? 2 നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സൊല്യൂഷൻ നമുക്ക് നോക്കാം. 1 + -3, 1ൽ നിന്ന് -3 സബ്ട്രാക്ട് ചെയ്ത് -2 ആൻസറായി ലഭിക്കും. അതേപോലെ 7 + -5, 7ൽ നിന്ന് -5 സബ്ട്രാക്ട് ചെയ്താൽ 2 നമുക്ക് ലഭിക്കും. അതേപോലെ 7 + -7, 7ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ 0. ഓക്കെ. 15th question, start with the integer 3 and subtract 10. അപ്പോൾ ഇൻറ്റിജർ 3ൽ നിന്നും സബ്ട്രാക്ട് 10 സബ്ട്രാക്ട് ചെയ്യുക. സോ 3 - 10, 3 - 10 = -7 എന്ന് കിട്ടി. ഫ്രം ദ ആൻസർ, ആ കിട്ടിയ ആൻസറിൽ നിന്നും സബ്ട്രാക്ട് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെ എടുക്കുക? -7 - 1, രണ്ടും സെയിം സൈനാണ്, 2 ഇൻറ്റിജറിൻ്റെ. സോ അവ ആഡ് ചെയ്തിട്ട് അതേ സൈൻ തന്നെ കൊടുക്കുക. -7 - 1 = -8. ദെൻ മൾട്ടിപ്ലൈ ദ ആൻസർ ബൈ -3. ആ കിട്ടിയ ആൻസർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തുവാ? -8 × -3, -8 × 3 24, -, + സൈൻ. നൗ സബ്ട്രാക്ട് 20 ഫ്രം ദ ആൻസർ. കിട്ടിയ ആൻസറിൽ നിന്നും 20 സബ്ട്രാക്ട് ചെയ്യുക. സോ 24 - 20 = 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജേഷ് ആൻഡ് സതീഷ് ഹാഡ് എ സൈക്കിൾ റേസ്. രാജേഷും സതീഷും കൂടെ ഒരു സൈക്കിൾ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. എ റേസ് വാസ് കണ്ടക്റ്റഡ് ഇൻ 6 സെക്ഷൻസ്. 6 സെക്ഷനായിട്ടാണ് ആ മത്സരം. ഇൻ ദ ഫസ്റ്റ് സെക്ഷൻ സതീഷ് ഗെയിൻഡ് 10 സെക്കൻഡ്സ്. സതീഷ് ആദ്യത്തെ സെക്കൻഡ് 10 സെക്കൻഡ് ഇട്ട്. അപ്പോൾ സതീഷിൻ്റെ ഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യം പോവുക. സതീഷിന് 10 സെക്കൻഡ്. ആഫ്റ്റർ ഹി ഗെയിൻഡ് 20, ദെൻ 10 + 20, ദെൻ ഹി ലോസ്റ്റ് 1 മിനിറ്റ് ലോസ്റ്റ് ആയി. അപ്പോൾ അത് ലോസ്റ്റിൻ്റെ കൂട്ടത്തിൽ എഴുതുക. സതീഷ് ലോസ്റ്റ് 1 മിനിറ്റ്. ദെൻ ഗെയിൻഡ് 15 സെക്കൻഡ്, ഗെയിനിൽ എഴുതുക. അപ്പോൾ 10 + 20 + 15, ലോസ്റ്റ് 27, അത് ലോസിൽ എഴുതുക. 1 + എന്തെഴുതി? 27. ദെൻ ഫൈനലി ഗെയിൻഡ് 41 സെക്കൻഡ് ഓവർ ഹിസ് ഫ്രണ്ട്. അവസാനം 41 സെക്കൻഡ് ഇവിടെ ഗെയിൻ ചെയ്തു. ഗെയിൻ തന്നെ എഴുതുക. അപ്പോൾ 10 + 20 + 15 + 41 = 86 സെക്കൻഡ്. സതീഷ് ലോസ്റ്റ് ആക്കിയത് 1 മിനിറ്റ്. ഇപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞത് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 സെക്കൻഡായി. 60 + 27 സെക്കൻഡ് ലോസ്റ്റ് ചെയ്തു. അതായത് ടോട്ടൽ 87 സെക്കൻഡ് ലോസ്റ്റ് ആണ് ചെയ്തത്. നെറ്റ് റിസൾട്ട് ഓഫ് ദ റേസ് ഓഫ് സതീഷ്. സതീഷിന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഗെയിൻ - ടോട്ടൽ ലോസ് ആണ്. ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 86 സെക്കൻഡ്. അപ്പോൾ 86 സെക്കൻഡ് - 87 സെക്കൻഡ് -1 സെക്കൻഡ് ലോസ്റ്റ് ആണ്. അപ്പോൾ ഗെയിൻ എന്ത് ചെയ്തു? ലോസായിപ്പോയി. സതീഷ് ലോസ്റ്റ് ദ ഗെയിം ബൈ 1 സെക്കൻഡ്. ഓക്കെ, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മധുമിത ഈസ് ആസ്ക്ഡ് ബൈ ഹർ കസിൻ ടു ഡെലിവർ എ ബോക്സ് കണ്ടെയ്നിങ് 20 ചോക്ലേറ്റ്സ് ടു ഹർ ഫ്രണ്ട്. മധുമിന എന്താ ചെയ്തത്? കസിനോട് കുറച്ച് 20 ചോക്ലേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി ആവശ്യപ്പെടുക. മധുമിത ഈസ് പ്രോമിസ് ടു റിവാർഡ് ₹10 ഫോർ എവരി ചോക്ലേറ്റ്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഓരോ ചോക്ലേറ്റിനും ₹10 വെച്ചും, ബട്ട് ഓൾസോ എ ഫൈൻ ഓഫ് ₹15 ഫോർ ഈ ചോക്ലേറ്റ് ദാറ്റ് ഷീ ഈറ്റ്സ് ഓൺ ഹർ വേ. ആ പോകുന്ന വഴിയിൽ അവൾ കഴിച്ചാൽ 15 രൂപ വെച്ച് ഓരോ ചോക്ലേറ്റിനും എന്ത് ചെയ്യും? ഫൈന് ഈടാക്കും. ഇഫ് ഷീ ഈറ്റ്സ് 5 ചോക്ലേറ്റ്സ്, അവൾ 5 ചോക്ലേറ്റ് കഴിച്ചു, ആൻഡ് ഡെലിവേഴ്സ് ദ റെസ്റ്റ്, ബാക്കിയുള്ളത് ഡെലിവർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി വിൽ ഷീ റിസീവ് ഫ്രം ഹർ കസിൻ. കസിൻ്റെ കയ്യിൽ നിന്നും അവൾ എത്രമാത്രം രൂപയാണ് റിസീവ് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ചോക്ലേറ്റ് 20. റിവാർഡ് എത്രയാണ്? ഓരോ ചോക്ലേറ്റിനും 10 റുപ്പീസാണ് റിവാർഡ്. ഫൈൻ പെർ ചോക്ലേറ്റ് ഈറ്റ് 15. 5 ചോക്ലേറ്റ് അവൾ കഴിച്ചു, ബാക്കി എത്ര ചോക്ലേറ്റ് ഉണ്ട്? റിമൈനിങ് 15 ചോക്ലേറ്റാണ് ഉള്ളത്. റിവാർഡ് ഫോർ ഹർ ഡെലിവറി, 15 ചോക്ലേറ്റ് ഡെലിവറി ചെയ്യുമ്പോൾ അവൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15 × 10 150 കിട്ടി. അവൾ 5 ചോക്ലേറ്റ് കഴിച്ചു, ഓരോ ചോക്ലേറ്റിന് 15 രൂപ വെച്ചാണ് ഫൈൻ. സോ 5 × 15 75. അവസാനം അവൾക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 150 - 75 = ₹75. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനിഷ ഹാഡ് 30 പെൻസിൽസ് വിത്ത് ഹർ. മനിഷയുടെ കയ്യിൽ 30 പെൻസിലുണ്ട്.
ഷീ സ്റ്റാർട്ട്സ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പെൻസിൽസ് ടു ഹർ ക്ലാസ്മേറ്റ്സ്. അവൾ ആ 30 പെൻസിലും ക്ലാസ്മേറ്റ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി തുടങ്ങി. ഹൗ മെനി പെൻസിൽസ് ആർ ലെഫ്റ്റ് വിത്ത് ഹർ ഇഫ് ഷീ ഡിസ്ട്രിബ്യൂട്ട്സ് 3 പെൻസിൽസ് ഈച്ച് ടു 8 ഓഫ് ഹർ ക്ലാസ്മേറ്റ്സ്. 8 ക്ലാസ്മേറ്റിനായി 3 പെൻസിൽ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര പെൻസിലുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽ എത്രയാണ്? 30 ആണ്. 8 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവൾ പെൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. 3 എണ്ണം വീതം വെച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത് 3 × 8 = 28. നമ്പർ ഓഫ് പെൻസിൽസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ വരാം? 30 - 24 = 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗംഗൻദീപ് ഈസ് ട്രീറ്റിംഗ് ഹിസ് ഫ്രണ്ട്സ് ഫോർ ഹിസ് ബർത്ത്ഡേക്ക് ഗംഗൻദീപ് എന്താ ട്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 5 ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഓപ്റ്റ് ഫോർ ഐസ്ക്രീം. 5 പേർ എന്ത് ചെയ്തു? ഐസ്ക്രീം സെലക്ട് ചെയ്തു. ഐസ്ക്രീമിൻ്റെ വില ഒന്നിന് എത്രയാണ്? ₹30. ഈച്ച് ആൻഡ് 8 ഓഫ് ഹിസ് ഫ്രണ്ട്സ് 8 കൂട്ടുകാർ പാക്കറ്റ് ഓഫ് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ജ്യൂസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 30 പെർ പാക്കറ്റ്. ഒരു പാക്കറ്റിന് 20 രൂപ. 20 പെർ പാക്കറ്റ്. ഹൗ മച്ച് മണി ഡിഡ് ഗംഗാദീപ് സ്പെൻഡ് ഓൺ ഹിസ് ട്രീറ്റ്? ആ ട്രീറ്റിന് ഗംഗാദീപിന് എത്ര രൂപ ചിലവായി? അപ്പോൾ ഐസ്ക്രീമിൻ്റെ കോസ്റ്റ് എത്രയാണ്? 30 ആണ്. നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഓപ്റ്റ് ഐസ്ക്രീം 5. 5 പേര് 5 ഐസ്ക്രീം ഓപ്റ്റ് ചെയ്തു. അങ്ങനെ കോസ്റ്റ് ഓഫ് 5 ഐസ്ക്രീം എന്ന് പറയുന്നത് 5 × 30 150. കോസ്റ്റ് പെർ ജ്യൂസ് 20 ആണ്. 8 പേര് എന്ത് ചെയ്തു? ജ്യൂസ് ഓർഡർ ചെയ്തു. സോ 20 × 8 160. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 150 + 160 = 310. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബാഗ് ഹാഡ് 97 മാർബിൾസ്. ഒരു ബാഗിൽ 97 മാർബിൾ ഉണ്ട്. ഗീത കെയിം ആൻഡ് ടുക്ക് 37 മാർബിൾസ് എവേ. ഗീത എന്ത് ചെയ്തു? 37 മാർബിൾസ് അവിടെ നിന്ന് എടുക്കുകയാണ്. ആൻഡ് അദ്രൈൻ പുട്ട് ഇൻ സം മോർ മാർബിൾസ് ഇൻ ടു ദ ബാഗ്. അദ്രൈൻ എന്ത് ചെയ്തു? കുറച്ച് മാർബിൾസ് ഇവിടെ ബാഗിലിട്ടു. അത്രയും അറിഞ്ഞൂടാ. ദ നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ദ ബാഗ് നൗ ഈസ് 13. ഇപ്പോൾ എത്രയായി? ഇട്ട് കഴിഞ്ഞപ്പോഴും നമ്പർ ഓഫ് മാർബിൾസ് എത്രയാണ്? 13 എണ്ണമായി. 13 മോർ ദാൻ നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ദ ഇനിഷ്യലി. നേരത്തെ ഇനിഷ്യലി നമുക്ക് 37 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 13 എണ്ണം കൂടെ കൂടുതലായിപ്പോൾ. ഫൈൻഡ് ഹൗ മെനി മാർബിൾസ് അദ്രൈൻ ഹാഡ് പുട്ട് ഇൻ ദ ബാഗ്. അങ്ങനെയാണെങ്കിൽ അദ്രൈൻ എത്ര മാർബിളാണ് ബാഗിൽ ഇട്ടതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ നമ്പർ ഓഫ് മാർബിൾസ് എത്രയായിരുന്നു? 97 ഉണ്ടായിരുന്നു. ഇനിഷ്യൽ നമ്പർ ഓഫ് മാർബിൾസ് 97. ഗീത എത്ര എണ്ണം എടുത്തു? 37 എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മാർബിൾസ് ലെഫ്റ്റ് എന്നുള്ളത് 97 - 37 = 60. അദ്രൈൻ എത്ര മാർബിളാണ് ഇട്ടതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് തൽക്കാലം നമുക്ക് എക്സ് എന്ന ഒരു വേരിയബിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് അങ്ങനെയാണെങ്കിൽ മാർബിൾ ഇപ്പോൾ എത്ര എണ്ണം ആയ അവിടെ? അദ്രൈൻ എക്സ് മാർബിൾസ് ഇട്ടു. അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എക്സ് + 60 ആയി മാറി. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾസ് ഇൻ ദ ബാഗ് എന്നുള്ളത് ഇനിഷ്യൽ ഉള്ളതിൽ നിന്നും എത്ര എണ്ണം? 13 എണ്ണം കൂടെ കൂടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 97 + 13. 97 + 13 = 110. ഓക്കെ, അപ്പോൾ ഇവിടെ ആരുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്? എക്സ് + 60 = 110. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 110 - 60 = 5. 110 - 60 = 50. 110ൽ നിന്ന് 60 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടിയ ആൻസർ എന്തുവാണ്? 60. അതായത് അദ്രൈൻ ഹാഡ് പുട്ട് 50 മാർബിൾസ് ഇൻ ദ ബാഗ്. അദ്രൈൻ എത്ര മാർബിൾസ് ബാഗിൽ ഇട്ടു എന്നാണ്? 50 മാർബിൾ ബാഗിൽ ഇട്ടു എന്നാണ് മീനിങ്. ഓക്കെ, താങ്ക് യു. ചെയ്ത് നോക്കി ആൻസർ വെരിഫൈ ചെയ്യുക.